ഹായോ, ഞാനിന്ന് വന്നിരിക്കുന്നത് സോയിൽ കൺസർവേഷൻ ഓഫീസറിൻ്റെ സ്റ്റേറ്റ് ലെവലിൽ നടന്ന സ്കോളർഷിപ്പ് ടെസ്റ്റിൻ്റെ റിസൾട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. ഇത് സംസ്ഥാന തലത്തിൽ തന്നെ നടന്ന ഒരു എക്സാമിനേഷനാണ്. നിങ്ങളുടെ പഠനത്തിൻ്റെ ഒരു കൃത്യമായ വിലയിരുത്തൽ നടന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. 3 പേരെയാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത്. ആദ്യമായിട്ട് ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത് ജുംന ബിനീത് അലി എന്ന് പറയുന്ന കുട്ടിയാണ്. അദ്ദേഹത്തിന് 86.68 മാർക്കാണ് കരസ്ഥമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആശംസകൾ. ഇതുപോലെ തന്നെ പഠിച്ച് മുമ്പോട്ട് പോവുക. രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ലക്ഷ്മി ഉണ്ണിയാണ്. ഇദ്ദേഹവും 86.67 മാർക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് എത്തിയിരിക്കുന്നത് മരിയയാണ്. ഇദ്ദേഹം 85.68 മാർക്കാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അതായത് 1, 2, 3 റാങ്കിലേക്ക് വലിയ മാർക്കിൻ്റെ ഡിഫറൻസ് ഇല്ലാതെയാണ് നിങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ ഏറ്റവും വ്യക്തമായി കാണുന്നത് നമ്മളുണ്ടാക്കുന്ന ഓരോ നെഗറ്റീവും നമ്മുടെ മാർക്കിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നെഗറ്റീവ് ഒരെണ്ണം പോലും വരുത്താതെ നമ്മൾ ആൻസറുകൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ സക്സസ് റേറ്റിന്റെ ആക്യുറസി കൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ പഠനം ഇതേപോലെ തന്നെ തുടരുക. ഇവിടെ 1ാം റാങ്ക് കിട്ടിയിരിക്കുന്ന ജമുന ബിനീത് അലിക്കാണ് നമ്മൾ നമ്മുടെ കോഴ്സ് സൗജന്യമായി നൽകുന്നത്. അതുപോലെ തന്നെ മറ്റ് 2 പേർക്കും ആകർഷകമായ രീതിയിൽ തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദ കാര്യങ്ങൾ അറിയിക്കുവാനായിട്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ പരീക്ഷ എഴുതിയ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇതിൽ മാർക്ക് കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആകേണ്ടുന്ന ഒരു ടൈമല്ല. ഇനി നമുക്ക് തയ്യാറെടുപ്പിനുള്ള സമയമുണ്ട് നമ്മുടെ മുമ്പിൽ. തയ്യാറെടുത്ത് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ. 1, 2 പരാജയങ്ങൾ തളർന്നിരിക്കുകയല്ല. നമുക്ക് വേണ്ടത് ഒരു ജോലിയാണ്. ആ ജോലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മൾ നമ്മുടേതായ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അവിടെ നമുക്ക് വിജയം തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ കഴിയും. ചിലപ്പോൾ നിങ്ങളുടെ പഠനത്തിൻ്റെ വൈകല്യമാകില്ല, നിങ്ങൾ പഠിച്ച രീതിയുടെയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെയും പ്രശ്നമായിരിക്കാം. അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ളൊരു സൊല്യൂഷനും നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ നിങ്ങൾക്കും ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാവുന്നതാണെന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ പഠനം ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്നതിന് നമ്മുടെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഇനിയുള്ള സമയം കൊണ്ടും നിങ്ങൾക്ക് പഠിച്ച് ഈ ഒരു കോഴ്സിൽ മുമ്പിലേക്ക് എത്താനുള്ള സമയമുണ്ട്. കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റും സിലബസ് മാനേജ്മെൻറ്റും സ്മാർട്ട് വർക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ MCQസും ചെയ്ത് മുമ്പോട്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇവരെ പോലെ ആദ്യത്തെ റാങ്കുകളിലെത്തി സർക്കാർ ജോലി എന്ന വലിയ ലക്ഷ്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനുള്ള അവസരം എവിടെയുണ്ട്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും ഈ കോഴ്സിനെ പറ്റി വിശദ വിവരങ്ങൾ അറിയുന്നതിനും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.